ഈ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾക്കെല്ലാം ഗ്യാരണ്ടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ AC, ഫ്രിഡ്ജ്, കാറ് 5 വർഷം 10 വർഷമൊക്കെ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ കൊടുക്കും. പക്ഷെ അത് നിർമ്മിച്ച മനുഷ്യർക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് മുമ്പേ ആരൊക്കെ വന്നു? നമ്മുടെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ. അതിനുശേഷം നമുക്ക് മക്കളുണ്ടായി, അവർക്ക് വീണ്ടും മക്കളുണ്ടായി. പക്ഷെങ്കിലും മരിച്ചു പോകുന്നത് ഓർഡറായിട്ടാണോ? ഒരിക്കലും അല്ല. ആരെയാണ് ആദ്യം വിളിക്കാമെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള കുറഞ്ഞ കാലത്തൊരു ജീവിതത്തിൽ എന്തിനാണ് വാശിയും വട്ടം? സ്നേഹിച്ചൂടെ മനസ്സറിഞ്ഞ്? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കണ്ണടച്ചൊന്ന് കേൾക്കണേ. ആ വ്യക്തി നിങ്ങളായിട്ട് സങ്കല്പിക്കുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പലരെയും കാണാൻ ആഗ്രഹിക്കും. പക്ഷെങ്കിലും ആരും വരില്ല. എല്ലാവർക്കും തിരക്കാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിവെക്കും. ഒരു ദിവസം നമ്മൾ മരിച്ചു എന്നറിഞ്ഞാൽ ഒരു തിരക്കും ഇല്ല. തിക്കും തിരക്കും കൂട്ടി നമ്മളെ കാണാൻ വരും. അന്ന് ഷോപ്പിന് അടവായിരിക്കും. വീട്ടിലെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെക്കും. എന്നിട്ട് ഈ മരിച്ച് മയ്യത്തിനെ കുളിപ്പിച്ച് കിടത്തിയിട്ടുള്ള അവസ്ഥ അറിയോ? വല്ലാത്തൊരു തണുപ്പാണ് മയ്യത്തിന്. ഈ നെറ്റിയിൽ ഉമ്മ വെക്കുമ്പോഴേ അതറിയുള്ളൂ. ഞാൻ എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചൊക്കെ മരിച്ച് കിടക്കുമ്പോൾ ഉമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വരും. എന്താ തിരക്ക്! നമ്മളെ കാണും, സങ്കടപ്പെടും. എന്നാൽ നമ്മളെ ജീവിച്ചിരുന്നപ്പോൾ വന്നിരുന്നെങ്കിൽ എന്ത് നല്ല കാര്യമായിരുന്നു അല്ലേ? പക്ഷെ ആരും വരില്ല. അവിടെ എത്തിക്കഴിഞ്ഞാലോ എല്ലാവരും ചോദിക്കും, എപ്പോഴാണ് മയ്യത്തെടുക്കുക? 10:30 എടുക്കും. എല്ലാവരും കാത്തിരിക്കുക. കാരണം മയ്യത്തെടുത്തിട്ട് വേണം അടുത്ത പ്രോഗ്രാമിന് പോകാൻ. തിരക്ക് പിടിച്ച ജീവിതമല്ലേ. പിന്നെ പള്ളിയിലേക്കൊരു യാത്രയാ. എല്ലാവരും ഒരുമിച്ച് അവസാന യാത്ര. കബറടക്കി കുറേ പേര് അവിടെ നിന്ന് പിരിഞ്ഞു പോകും. പ്രിയപ്പെട്ടവർ വീണ്ടും കുറച്ച് നേരം അവിടെ നിൽക്കും, ഒന്നും കൂടെ പ്രാർത്ഥിച്ചിട്ട് പോവാന്ന്. സങ്കടപ്പെടാൻ സ്വന്തം മക്കളും പ്രിയപ്പെട്ടവരും ഉണ്ടാവും. പക്ഷെ അതും എത്ര നാളത്തേക്ക്? 1 മാസം, 2 മാസം, മാക്സിമം 3 മാസം. പിന്നെ മെല്ലെ മെല്ലെ പഴയ അവസ്ഥയിലേക്ക് വരും. നമ്മളെ മറക്കുന്നേ. ഈ കബറിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വീട്ടിലാവുമ്പോൾ AC, നല്ല ഡ്രസ്സ്, നല്ല വാഹനം, എല്ലാ സൗകര്യങ്ങളും, ഒരുപാട് പ്രതീക്ഷകൾ. പക്ഷെ കബറിൽ നമുക്ക് ആരുള്ളത്? തനിച്ചില്ലേ, ഇരുട്ടറയില്ലേ. അപ്പോഴാണ് നമ്മളെല്ലാം ഓർക്കുക, ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് നന്മകൾ ചെയ്താൽ മതിയായിരുന്നു എന്ന്. അപ്പം നമ്മൾ ചിന്തിക്കും. അവസാനം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ, മക്കള്, നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കളെ, കൊട്ടാര സൗധം പോലുള്ള നമ്മുടെ വീട്, നല്ല വിലപിടിപ്പുള്ള കാറ്, നമ്മുടെ സ്വത്തുക്കൾ, ബാങ്ക് ബാലൻസ് ഒന്നും നമ്മൾ കൊണ്ടുപോവില്ല. നമ്മൾ പോകുന്നത് എങ്ങനെയാ? വെറും കൈയോടെ. പിന്നെന്തിനാ ഈ വാശി? പിന്നെന്തിനാ ഈ ദേഷ്യം? എല്ലാം മാറ്റിവെച്ചൂടെ? എന്താണ് നമ്മുടെ ജീവിതത്തിലെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുമെന്നറിയോ? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ നന്മകൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ.